10 ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്നല്ലേ പറയും. അതിലൊക്കെ ചാടിക്കടന്ന് വീട് തന്നെ കിട്ടിട്ടോ. ഒരിക്കലും എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹമില്ല. കാരണം കൂടിയും പറയാനുള്ളവരൊക്കെ വരും, പോകാനുള്ളവരൊക്കെ പോകും. ആരെയും നമ്മൾ നിർബന്ധിച്ച് കൂടെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു ആപത്തും വരുത്താതെ നമ്മൾ തിരിച്ചു വന്നത്. ഞാനിതിൻ്റെ റിവ്യൂ പറയുന്നല്ല കേട്ടോ. ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വരും ഇവിടെ അറേഞ്ച് ചെയ്തൊരു നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ എന്നെ ഞാനാക്കിയ ആ ഒരു യാത്രയെക്കുറിച്ച് ഹലോ ഹായ് ഡിയേഴ്സ്, എവിടേക്കാണ് ഈ ഒരുക്കുന്നതായിരിക്കും. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ബാംഗ്ലൂർ പോകണം എന്നുള്ളത്. അപ്പോൾ ബാംഗ്ലൂർ ട്രിപ്പിലുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നമ്മൾ ലഗേജൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ടുള്ള നമ്മളെ പെരുന്നാൾ ഇങ്ങനെയാണ് കേട്ടോ. 1-ാം പെരുന്നാൾ നമ്മളെ വീട്ടിൽ ആഘോഷിക്കും. 2-ാം പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ടൂർ പോകും കേട്ടോ. ഒരു ദിവസം 2 ദിവസമൊക്കെ പോകാറുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ ഒരാഴ്ചയൊക്കെ നിൽക്കണം ബാംഗ്ലൂരിൽ നിന്ന് വെച്ചിട്ടാണ് പോണത്. അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാണുന്നവർക്ക് നമ്മൾ ഒരുപാട് ഹാപ്പി ആണെങ്കിൽ പോലും നമ്മളൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും നിരാശകളും ഒക്കെ ഉണ്ടായിരിക്കില്ലേ. അതൊക്കെ മറച്ചു വെക്കാനുള്ള ഒരു നാടൻ കൂടിയാണ് കേട്ടോ ഈ ഒരു യാത്രയ്ക്ക്. നമ്മളൊക്കെ ലൈഫിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ് സമയം. നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളെ യൗവനം, നമുക്ക് ആരോഗ്യമുള്ള സമയത്താണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ യൗവനം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുപോലെ തന്നെ നമ്മളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അതും നമുക്ക് ലൈഫിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്നല്ലേ പറയാം. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പെരിന്തൽമണ്ണയ്ക്കാണ് വന്നിട്ട്. അവിടെ കുറച്ച് ചില പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് ഉണ്ടാക്കാൻ ഒരുപാട് വൈകും വിചാരിച്ചു. പിന്നെ അതുപോലെ ബാലൻസ് ഒക്കെ വന്നാൽ കളയണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് പോണ വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെരുന്നാൾ വന്നപ്പോൾ ഓരോ ഹോട്ടലിൽ പോലും ഫുഡില്ല കേട്ടോ, ഭയങ്കര തിരക്ക്. അങ്ങനെ നടന്ന് ഒരു ഹോട്ടൽ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമല്ല മടിച്ച്, ഒരുപാട് മടിച്ചുകൾ എന്നെ പോലെ വേറെ ഉണ്ടെന്ന് മനസ്സിലായിട്ടോ. അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയമായി. അപ്പോൾ ഇനി പോയാൽ നമുക്ക് ഫോറസ്റ്റ് കിടക്കാൻ പറ്റുമോ, ക്ലോസ് ആവുമോ എന്ന് ചെറിയൊരു പേടി. അങ്ങനെ ചിന്തിച്ച് നമ്മൾ കുറച്ച് ദൂരം വരെ പോയി. പിന്നെ എത്തില്ലാന്ന് തോന്നി. അങ്ങനെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. നമ്മളിനി ഒരാഴ്ച പോവുകയാണല്ലോ എന്ന് വെച്ചാൽ വീടും ഗേറ്റും ഒക്കെ പൂട്ടി ചാവി ഞാൻ എൻ്റെ ബ്രദറിൻ്റെ മോളെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ തിരിച്ചു വന്നിട്ട് വിളിച്ച് നോക്കിയപ്പോൾ അവൾ നാട്ടിലില്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചാവിക്ക് എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നിച്ചുമോൻ അവൻ്റെ ബാഗിൽ നമ്മളെ വീടിൻ്റെ ഒരു ചാവി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഗേറ്റിൻ്റെ ചാവിയൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഗേറ്റിൻ്റെ ചാവി കിട്ടാത്ത കാരണം വണ്ടി ഉള്ളിൽ ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ വണ്ടി അടുത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അതിലൊക്കെ ചാടിക്കടന്ന് വീട് തുറന്ന് അവിടെ കിടന്ന് ഉറങ്ങി. രാവിലെ നേരത്തെ ഒരു 3 മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി നമ്മളിതാ വഴിക്കടവ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഈ ഒരു റൂട്ട് നമ്മൾ പോകുമ്പോൾ വഴിക്കടവെന്ന് നമ്മൾ ഫുഡ് കഴിക്കാറുള്ളത്. അങ്ങനെ വഴിക്കടവ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ കയറിയിട്ട് ഇടിയപ്പം മുട്ടക്കറി ചായയൊക്കെ കഴിച്ചു കേട്ടോ. പെരുന്നാൾ വീഡിയോയിൽ എവിടെയും പോകാനൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ലേ ചോദിച്ചിരുന്നു. ഫ്രണ്ട്സൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഒരുപാട് അവരോട് സംസാരിക്കാനും അവരോട് ചിലവഴിക്കാനൊന്നും എനിക്ക് ടൈം ഉണ്ടാവാറില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഇഷ്ടമുള്ളത് എൻ്റെ മക്കളുടെ കൂടെയാണ്. കാരണം ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം കേട്ടോ. എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു സൗഹൃദമുണ്ട്. അപ്പോൾ എനിക്ക് അവരോടുള്ള യാത്ര ഒരിക്കലും ബോറടിക്കാറില്ല. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ചിലരൊക്കെ എന്നോട് ചോദിക്കട്ടോ, നിനക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹമില്ല, നീ എപ്പോഴും ബിസി ആണല്ലോ, നിനക്കൊരു വീട്ടമ്മയായിട്ട് കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും വെറുതെ ഇരിക്കാമല്ലോ, അങ്ങനെ നിനക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് നോക്കി, എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇതിനുള്ള ഉത്തരം തന്നെ എനിക്ക് അപ്പം തന്നെ കിട്ടിയിട്ടോ. ഒരിക്കലും എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ ആഗ്രഹമില്ല. കാരണം കൂടിയും പറയട്ടെ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഒന്ന്, നമ്മൾ നല്ല പഴയ നഷ്ട സ്വപ്നങ്ങളല്ലേ. മറ്റൊന്ന്, ഒരിക്കലും നടക്കാത്ത നമ്മളെ കുറേ നല്ല സ്വപ്നങ്ങൾ, ഈ ലൈഫിൽ നമുക്ക് ഒരിക്കലും കിട്ടാത്ത കുറേ സ്വപ്നങ്ങളല്ലേ. വെറുതെ എന്തിനാ അതൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് വെറുതെ ഇരിക്കുന്നത്? ആ സമയം നമ്മൾ ഫുള്ള് ബിസിയായി, നമുക്കിതൊന്നും ചിന്തിക്കാനുള്ള സമയമേ ഉണ്ടാവില്ല. ബിസി അല്ലാത്ത ടൈം നമുക്കിങ്ങനെ കുഞ്ഞു യാത്രകളൊക്കെ പോയി നമ്മളെ മക്കളെ സന്തോഷമൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു ജന്മം ഇങ്ങനെ അങ്ങ് സന്തോഷിച്ച് ജീവിക്കണതല്ലേ നല്ലത്. വെറുതെ ഇരുന്നിട്ട് എന്തിനാ വെറുതെ ടെൻഷൻ അടിച്ച് പ്രാന്താവണേന്ന് ഞാനും ചിന്തിച്ചു. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് നഷ്ടസ്വപ്നങ്ങളില്ല എന്നല്ല കേട്ടോ. നമ്മളൊക്കെ ലൈഫിൽ വരാനുള്ളവരൊക്കെ വരും, പോകാനുള്ളവരൊക്കെ പോകും. ആരെയും നമ്മൾ നിർബന്ധിച്ച് കൂടെ നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സ്നേഹവും പരിഗണനയും സ്വയം അറിഞ്ഞ് പകർന്നു കൊടുക്കേണ്ട ഒന്നാണ്, അല്ലാതെ നമ്മൾ പിടിച്ചു വാങ്ങേണ്ട ഒന്നല്ല. കാരണം നമ്മളെത്ര നിർബന്ധിച്ചാലും, നമ്മളെത്ര നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചാലും അതൊരിക്കലും സ്നേഹമാവില്ല. അതൊക്കെ താൽക്കാലികം മാത്രമേ ആവുള്ളൂ. ഗൂഡല്ലൂരിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജന്മനാടാണ് കേട്ടോ. അത്രയെങ്കിലും പറഞ്ഞില്ലേ എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഗൂഡല്ലൂർ നമ്മുടെ നാട്ടിലേക്ക് ബസ്സിലായിരുന്നു യാത്ര ചെയ്തിരുന്നു കേട്ടോ, പണ്ട് കാലങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ പോകും, മരങ്ങളൊക്കെ ഇങ്ങനെ ഓടി പോണ പോലെ അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കും, ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മരങ്ങളൊന്നും ഓടി ഒളിക്കണ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. പണ്ടൊക്കെ ഈ റൂട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത് ബസ്സിലായിരുന്നു കേട്ടോ, നമ്മൾ നാട്ടിലൊക്കെ പോയിരുന്നത്. അപ്പോൾ ഞാൻ ബസ്സിൽ ഒരുപാട് സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കും, ഭയങ്കര വായാടിയായിരുന്നു, പാട്ട് പാടും, അങ്ങനെ വളരെ ആഘോഷപരമായിട്ട് വളരെ എൻജോയ് ചെയ്തായിരുന്നു യാത്ര ചെയ്തതെന്ന് പറയും കേട്ടോ. അങ്ങനെയുള്ള സമയത്തൊക്കെ എനിക്ക് വീട്ടിലെത്തിയാൽ പിന്നെ ഭയങ്കര പനിയായിരിക്കും. അപ്പോൾ ഉമ്മ പറയുന്ന ആവൂർ തട്ടിയതാന്നൊക്കെ പറയട്ടോ. ഉമ്മയ്ക്ക് ചെറിയൊരു അന്ധവിശ്വാസം അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ ബന്ദിപ്പൂർ കാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എല്ലാവരും ആഗ്രഹിക്കുക ഒരാനെങ്കിലും കാണണേന്ന് ആഗ്രഹിക്കുക, അടുത്ത് കാണലേ ദൂരെ കാണണേന്നും ആഗ്രഹിക്കും കേട്ടോ. മുന്നിലൊക്കെ വന്ന് പെട്ടാൽ കഴിഞ്ഞില്ലേ, അപ്പോൾ അതും ആഗ്രഹിക്കും കേട്ടോ.
അപ്പോൾ ഈ ഒരു റൂട്ട് ആദ്യമൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ റൂട്ട് എനിക്ക് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാത്രി 7 മണി 8 മണിക്കൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. 8 മണിക്കൊന്നും ഒരിക്കലും ഒരു വണ്ടി തന്നെ കിടത്തി വിടില്ല കേട്ടോ, ബൈക്കൊന്നും പ്രത്യേകിച്ചും കിടത്തി വിടില്ല. പക്ഷെ അന്ന് നമ്മളിങ്ങനെ ചോദിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് എത്തണം, വീട്ടിൽ കുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞൊക്കെ നിർബന്ധിച്ചിട്ടൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ 1-2 പ്രാവശ്യമൊക്കെ. അപ്പോൾ ആനയൊക്കെ ഇങ്ങനെ പെരും മഴയൊക്കെ, ആനയൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ അടുത്ത് ഇങ്ങനെ നിൽക്കണമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പേടിച്ച് ഒരു പ്രാവശ്യം പേടിച്ച് വീണിട്ടുണ്ട് കേട്ടോ. ബൈക്കിൽ നിന്ന് വീണപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ എന്ന് വെച്ചാൽ ഹെൽമെറ്റ് ഇട്ടിട്ട് കണ്ണും കാണാനില്ല. അപ്പോൾ ആദ്യം ഹെൽമെറ്റ് എടുത്ത് തിരിച്ചെറിഞ്ഞു കേട്ടോ. അങ്ങനെയൊക്കെ രാത്രി കേട്ടോ നല്ല മഴയത്തൊക്കെ ഇതിനെ വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ പേടിക്ക് അവിടെ അങ്ങനെ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും അടുത്ത് കണ്ടാൽ പേടിക്കുകയാണ്, ദൂരം നിന്ന് കാണാൻ പേടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു റൂട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റൂട്ടൊന്നും ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. കാരണം അത്രയും പേടിച്ച് യാസീനോദിയൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ്. എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു തുടക്കം നമ്മൾ ഈ വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഈ കാട്ടിലൂടെ 2 വീലറിലുള്ളൊരു യാത്ര വല്ലാത്ത സാഹസികമായിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. നമുക്കൊരു പ്രശ്നവും പറ്റാതെ വരാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസമൊന്നും ഇല്ലാത്തൊരു യാത്ര. പക്ഷേ കാറിലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ സേഫാണ്. 2 വീലർ ഒട്ടും സേഫ് അല്ല കേട്ടോ. ആരും അങ്ങനെയൊന്നും പോകരുത്. കാരണം ഞാൻ അന്നത്തെ ഒരു നിവൃത്തികേട് കാരണമാണ് അത്ര രാത്രിയൊക്കെ ഈ ഒരു റൂട്ടൊക്കെ സഞ്ചരിച്ചിരുന്നത്. ഇപ്പം ഞാൻ അത്ഭുതത്തോടു കൂടി ചിന്തിക്കൂട്ടോ, ഈ വന്യമൃഗങ്ങളുള്ള കാട്ടിലൂടെ നമ്മൾ 2 വീലറൊക്കെ യാത്ര ചെയ്തിട്ട് നമുക്കൊന്നും സംഭവിക്കാതെ ഒരു ആപത്തും വരുത്താതെ നമ്മൾ തിരിച്ചു വന്നത് റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ടും എൻ്റെ ഉമ്മയുടെ നല്ല മനസ്സുകൊണ്ടുമാണ് കേട്ടോ ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. കാരണം ഇപ്പം ഞാൻ അങ്ങനെയൊന്നും പോവാറില്ല കേട്ടോ. അങ്ങനെ സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ സംസാരിച്ച് കാട് കയറി കുന്നും മലയ്ക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ചായ സ്നാക്സൊക്കെ കഴിച്ചു. എനിക്ക് മൈസൂർ പാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഷിനാസ് അവിടെ നിന്ന് കുറച്ച് മൈസൂർ പാക്കൊക്കെ വാങ്ങിച്ചു. എനിക്ക് യാത്രകളോട് വല്ലാത്ത പ്രണയമാണ് കേട്ടോ. എനിക്ക് എത്ര യാത്ര ചെയ്താലും മതിയാവാറില്ല. തിരിച്ചു വരുമ്പോൾ ഞാൻ ചിന്തിക്കുമോ ഇന്നത്തെ യാത്ര അവസാനിച്ചല്ലോ, ഇനി എന്നായിരിക്കും അടുത്തൊരു യാത്ര പോകാൻ പറ്റുകയെന്ന് ചിന്തിക്കും കേട്ടോ. അത്രയും നിരാശയാണ് യാത്രകൾ അവസാനിക്കുമ്പോൾ. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഈ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെ ഒരു യാത്ര ചെയ്യണം എന്നുള്ളത്. കാരണം ഒട്ടും തിരക്കൊന്നുമില്ലാത്ത ബ്ലോക്കും പഞ്ചായത്തൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് വളരെ യാത്രാക്ഷീണമൊന്നും അനുഭവപ്പെടാതെ പെട്ടെന്ന് നമുക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റിയ ഒരു എളുപ്പമാർഗ്ഗം കൂടിയാണ് കേട്ടോ ഇത്. ഞാൻ ബാംഗ്ലൂർ ഒരുപാട് പർച്ചേസിന് വന്നിട്ടുണ്ട്. പക്ഷേ ഈ റൂട്ടല്ല, ഈ റൂട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്, ഓരോരോ അറിവുകളാണ് കേട്ടോ. കാരണം ചിലരൊക്കെ എന്നോട് പറയും നിനക്ക് പണത്തിൻ്റെ അഹങ്കാരമല്ലേ, നിനക്ക് എവിടെ വേണമെങ്കിലും പോകാമല്ലോ, നിനക്കൊക്കെ എന്തും പറ്റുമല്ലോ, അതുപോലെ തന്നെ നീ വെറുതെ തെണ്ടി നടക്കുകയാണെന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ എൻ്റെ ഓരോ യാത്രയും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. എനിക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയെടുക്കാറുണ്ട്. ഈ ഒരു യാത്രയിൽ 1-2 ബിസിനസ് സാധ്യതകളെക്കുറിച്ച് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊക്കെ ഓരോ യാത്രകളും ഒരുപാട് പച്ചപ്പ് കണ്ട് എൻജോയ് ചെയ്ത് കുറേ ഫുഡൊക്കെ കഴിച്ച് യാത്ര ചെയ്യുക അങ്ങനെ മാത്രമല്ല കേട്ടോ. നമുക്ക് ഓരോ യാത്രയിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ലൈഫ് എന്നെ മാറ്റിമറിച്ചത് എൻ്റെ ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാവേ. എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ആദ്യം ചെയ്തിരുന്നത് ബ്യൂട്ടി ടിപ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഒരുപാട് പേര് എന്നോട് പറയായിരുന്നു നിങ്ങൾ ഇതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ സംസാരിച്ച കാര്യത്തിന് ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആയി നിൽക്കാനും നമുക്ക് എന്തെങ്കിലും ചെറിയ കുഞ്ഞു ബിസിനസ് ചെയ്യാനൊക്കെ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് വളരെ പ്രചോദനമാണെന്ന് പറയാറുണ്ട്. പലരും ചെയ്തിട്ട് എന്നെ അതിനെ അറിയിക്കാറുണ്ട് കേട്ടോ. അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത രീതികളൊക്കെ മാറ്റിമറിച്ച ആ ഒരു യാത്രയെക്കുറിച്ച് പറയാവേ. എൻ്റെ ലൈഫിൽ വേണ്ടത്ര സമ്പാദ്യമോ വേണ്ടത്ര കെയറിങ്ങോ ഒന്നുമില്ലാതെ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് നടുക്കടലിൽ മുങ്ങിത്താണ് പോണിരിക്കുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് പോലും എത്തിപ്പിടിക്കാനില്ലാത്തൊരവസ്ഥയിൽ ഞാനൊരു കുഞ്ഞു യാത്ര പോയി. വണ്ടിയൊന്നുമില്ല, ബസ്സിലായിരുന്നു ആ യാത്ര കേട്ടോ. നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണമെന്ന് പഠിപ്പിച്ച് എന്നെ ഞാനാക്കി ആ ഒരു യാത്രയെക്കുറിച്ച് ഞാൻ പറയാവേ. അതിൻ്റെ ഇടയിൽ നമ്മളിതാ ബാംഗ്ലൂർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നല്ലൊരു ഹോട്ടലിൽ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബിരിയാണി കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളെ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചുകൊണ്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാനിതിൻ്റെ റിവ്യൂ പറയുമൊന്നും അല്ല കേട്ടോ. ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിരുന്നു. അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിക്കാൻ പറ്റി. നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു അടിപൊളി സദ്യയൊക്കെ കഴിച്ച് വരാനുള്ള കാരണം തന്നെ എന്താ വെച്ചാൽ ഈ വഴിക്കൊന്നും വന്നാൽ നമുക്ക് നല്ല ഫുഡൊന്നും കിട്ടൂല എന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ തീരുമാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് ഇവിടെ എല്ലാം നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. എല്ലായിടത്തും കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ പുറത്തുനിന്ന് കഴിച്ച ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മൾ മിസ് ചെയ്യണ ഫുഡാണെന്ന് തന്നെ പറയാം. അത്രയും നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മളെ തീരുമാനങ്ങളൊക്കെ മാറ്റിമറിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കടന്നിട്ട് വല്ലാത്ത പോരട്ടോ, സമയം പോണേ ഇല്ല. അപ്പോൾ ഞാൻ ഷംനാസിനോട് നമുക്ക് നൈറ്റിലൊന്ന് കറങ്ങിയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതാ നൈറ്റിലൊന്ന് കറങ്ങാൻ പോവാം കേട്ടോ. അപ്പോൾ കറങ്ങാൻ ഞാൻ റൂമിൽ നിന്ന് വണ്ടിയിൽ കയറിയ സമയത്ത് ഉറങ്ങിയിട്ട് ഒരു 30 കിലോമീറ്ററോളം വരെ കറങ്ങിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നെ ഉണരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്നിടത്ത് എത്തിയപ്പോഴാട്ടോ ഉറങ്ങണേ. അപ്പോൾ കറക്കമൊന്നും അറിഞ്ഞില്ല, ഉറക്കമായിപ്പോയി.
അങ്ങനെ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയതിൻ്റെ ബാക്കി റൂമിൽ പോയി ഉറങ്ങി രാവിലെ എണീറ്റ് ബാംഗ്ലൂർ സിറ്റിയൊക്കെ കറങ്ങാമെന്നുള്ള തീരുമാനത്തോടു കൂടി. അപ്പോൾ എന്നെ ഞാനാക്കിയ ആ ഒരു യാത്രയെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതായിരിക്കും. എൻ്റെ മക്കൾ എപ്പോഴും എന്നോട് ചോദിക്കും എന്താണ് ആ യാത്രയെ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഞാനെപ്പോഴും പറയും ഞാനൊരു വീഡിയോ പറയും, അപ്പോൾ നിങ്ങൾ കേട്ടാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോൾ നാളെ ബാംഗ്ലൂർ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം.